ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തലേ ദിവസം ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല നൈസായിട്ടുള്ള പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കണം കേട്ടോ. എന്നാൽ കഴിയുന്നത്രയും ചുരുക്കിയാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ചോറ് നമ്മൾ എത്ര ചോറ് എടുക്കുന്നുണ്ടോ അത്രയും തന്നെ അരി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഒരു 1/4 കപ്പിൽ താഴെ മതിയാകും വെള്ളം. ആവശ്യമുണ്ടെങ്കിൽ അരിയുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഒരു അല്പം കൂടി വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് വാട്ടിയെടുക്കുന്നുള്ളത്. ഇനി നോൺ സ്റ്റിക്ക് പാത്രം അല്ലാന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ മാവ് വാട്ടിയെടുക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ തവ ഗ്യാസ് അടുപ്പത്തോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായ ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അല്പം കയ്യിൽ വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം നമ്മൾ ബോൾസാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ 16 എണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പത്തിരി പ്രസ്സിൽ സാധാരണ പത്തിരി ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പത്തിരി പ്രസ്സിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് താഴെയും മുകളിലുമായിട്ട് ഒരു കവർ ഇട്ട് കൊടുക്കണം. ഒരു കവർ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഉരുള വെച്ചിട്ട് വീണ്ടും മറ്റേ കവർ കൂടി വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചൂടായ പാനിലോട്ട് പത്തിരി ഇട്ട് കൊടുക്കണം. ഇനി ഇത് കുറച്ചധികം സമയം ഇങ്ങനെ കിടന്ന ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 20 സെക്കൻഡൊക്കെ എടുക്കും. ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ചിട്ട് നല്ലൊരു ക്ലോത്ത് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല വീർത്ത പത്തിരി കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പത്തിരിയാണ്. ചോറ് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ എല്ലാ പത്തിരിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്താ കാണുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പത്തിരിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. പത്തിരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു പത്തിരി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചരി വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്.